ആഷിഖ്, സുഗതൻ എന്ന പേരുമായി ബന്ധപ്പെട്ട് ഒരു കോർപ്പറേഷൻ ഒന്നടങ്കം തമ്മിൽ തല്ലുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ സുഗതന് വേണ്ടിയിട്ട് സംസാരിക്കുന്നവരുടെ വായടപ്പിക്കും പോലെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി സുഗതന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ്. അപ്പോൾ സുഗതൻ അടുത്തെങ്ങും പുറത്തേക്ക് ഇറങ്ങില്ല, അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കില്ല. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണോ? അതെ, ഏത് വിഷവും നിലം പൊത്താവുന്ന ഒരു അവസ്ഥയിലായി ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ. അതായത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ കോർപ്പറേഷൻ എങ്ങനെയൊക്കെയോ പിടിച്ചടക്കിയ BJP ഒരു സമാധാനത്തോടെ ഭരിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഈ ഇടിവെട്ടുവിനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ കാപ്പ കേസിൽ ഒരു കൗൺസിലറെ പോലീസ് തിരഞ്ഞു വരുന്നതും, പിന്നെ അവിടെ അതുമായി ബന്ധപ്പെട്ട് പോലീസുകാരെ ആക്രമിക്കുന്നു, പിന്നീട് വെടിവെപ്പ്, അങ്ങനെ ഒരു സിനിമാറ്റിക് രംഗത്തിലൂടെ ഇദ്ദേഹത്തെ കീഴടക്കി ജയിലിൽ അടയ്ക്കുകയും അവിടം വരെ ക്ലിയർ, ഓക്കെ. അതിനുശേഷം നമ്മൾക്ക് തിരുവനന്തപുരത്തേക്ക് നമ്മൾ കണ്ടത് പകരം വെക്കാനാവാത്ത സമരമുറകളായിരുന്നു. അതായത് ഈ സുഗതന് വേണ്ടി, അല്ലെങ്കിൽ ഹാർഡ് കോർ ക്രിമിനലായ, അല്ലെങ്കിൽ കാപ്പ കേസിലെ പ്രതിയായ സുഗതന് വേണ്ടി മുൻ DGPയും സഹ കൗൺസിലറുമായ ശ്രീലേഖ തന്നെ നേരിട്ട് വരികയാണ് പോലീസുകാരെ എതിർത്ത്. ഞങ്ങളുടെ കൗൺസിലറെ ഇറക്കി വിടൂ, അല്ലെങ്കിൽ ഞങ്ങൾ കളി പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരെ വിരട്ടാനും അല്ലെങ്കിൽ അവരെ ആഭാസം പറയാനും തുടങ്ങി. ഈ കാപ്പ കേസിൽ അറസ്റ്റിലായ ഈ ഒരു ക്രിമിനലിന് വേണ്ടി, ഒരു മുൻ DGP. അപ്പോൾ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഡെപ്ത്, അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾ നോക്കണം. അതെ, ഇപ്പോ ദൈവത്തെ വിളിച്ചാൽ ദൈവാധീനം ഉണ്ടാകും, ദൈവം എപ്പോഴും കൂടെ ഉണ്ടാകും. അത് സ്പെസിഫിക് ആയിട്ടുള്ള ദൈവങ്ങളെ വിളിക്കുന്നത്, ഇപ്പോൾ ദൈവങ്ങളെ വിളിക്കുന്നതുകൊണ്ട് എതിരൊന്നുമല്ല, പക്ഷേ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത്ര സഗൗരവും, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ എന്ന് പറയേണ്ടടുത്ത് ഈ പറഞ്ഞ ആറ്റുകാലമ്മയുടെയും അയ്യപ്പസ്വാമിയുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത BJP കൗൺസിലർമാരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ശരിക്കും കോമഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു എവർഗ്രീൻ ട്രോളായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. പണ്ട് ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും തമ്മിൽ മാധ്യമ ചർച്ചകൾക്കിടയിൽ അത് എവർഗ്രീൻ കണ്ടന്റ് ആണ്. എപ്പോ കണ്ടാലും നമുക്ക് സന്തോഷവും ചിരിയും വരുന്ന കണ്ടന്റ് ആണ്. അതുപോലെ നല്ല സുഹൃത്തുക്കളാണെന്നുള്ളത് മറ്റൊരു സത്യം. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ മേളില് പണ്ടത്തെ മറ്റേ ദൈവങ്ങളുടെ പേരുള്ള സത്യപ്രതിജ്ഞയും താഴെ ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞയുമുള്ള വീഡിയോസ് ഇപ്പോഴും എനിക്ക് അതും എവർഗ്രീൻ കണ്ടന്റ് ആയിട്ട് ഓടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ തീരുമാനത്തെ ഈ പറഞ്ഞ 20 കൗൺസിലർമാരും അതോടൊപ്പം തന്നെ BJPയിലെ എല്ലാ കൗൺസിലർമാരും ഒരുപോലെ ഖേദിക്കുന്നുണ്ടാവും. ആ ഒരൊറ്റ മൂവ് കൊണ്ടാണ് ഈ സുഗതന്റെ ഈ സീറ്റ് എന്ന് പറയുന്നത് കയ്യാലപ്പുറത്തെ തേങ്ങയായിരിക്കുന്നത്. അദ്ദേഹം ഒരു ക്രിമിനലാണ്. കാപ്പ കേസ് ചുമത്തി അകത്ത് പോയ ആളെ സംരക്ഷിക്കേണ്ട ഗതികേട് BJPക്ക് വന്നിട്ടുള്ളത് ആ ഒരൊറ്റ മൂവിന്റെ പുറത്താണ്. അപ്പോൾ ഈ കസേര പോലും തെറിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ മേയർ ആയിരിക്കുന്ന VV രാജേഷ് എത്തി നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പ്ലാസ്റ്റർ ഒക്കെ ചുറ്റി വന്ന് കുറച്ച് നാടകം കാണിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അറ്റുനോറ്റ് കിട്ടിയൊരു മേയർ കസേര കൈവിട്ട് പോയില്ലേ? അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടിയിരുന്ന ആളാണ്. പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയ കൂട്ടത്തിൽ അദ്ദേഹത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് തട്ടുകയായിരുന്നു. അപ്പോൾ അവിടെയും കളി പാളിപ്പോകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നമ്മുടെ വിലയിരുത്തൽ ശരിയാണെങ്കിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് LDFും UDFും കൂട്ടി നിൽക്കുകയാണെങ്കിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണസമിതിയെ താഴെ ഇറക്കാനും, നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതുപോലെ ശബരിനാഥൻ മേയറാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ശരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് പറ്റിയൊരു അബദ്ധമായി പോയി എന്ന് പറയേണ്ടി വരും. തീർച്ചയായും ശരിക്കും അവർക്കതിൽ കസറാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഒരു പരാജയമായി മാറുന്ന ഒരു സാഹചര്യം, വെറും ദുരന്തമായി പോയൊരവസ്ഥ. ഇപ്പോൾ മാറാത്തത് മാറും, BJP വരും എന്നുള്ളൊരു സ്ലോഗൻ, അല്ലെങ്കിൽ ആ ഒരു മുദ്രാവാക്യമായാണ് ഇവർ ആ ഒരു ഇലക്ഷനെ നേരിട്ടത്. അപ്പോൾ ഈ കോർപ്പറേഷൻ പിടിച്ച് 6 മാസത്തിന് ശേഷം ഒരു പാലിക്കേണ്ട ഒരു വികസനങ്ങളോ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതായത് മാലിന്യ നിർമ്മാർജ്ജനമാവട്ടെ, അല്ലെങ്കിൽ തെരുവുനായയുടെ ശല്യം ഇതാവട്ടെ, അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നം, കൂടാതെ നമ്മുടെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇവർ ചെയ്യാതെ മറ്റുള്ള വകുപ്പുകളെ പഴിചാരി അങ്ങോട്ട് സൈഡ് ചാരി അവരെ കുറ്റം പറഞ്ഞ് തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ള പതിവ് ഗിമിക്കാണ് ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറും കൂടെയുള്ള കൗൺസിലറും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്.
അതെ, 2025 ഡിസംബറിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഭരണസമിതി ഈ പറഞ്ഞ സത്യപ്രതിജ്ഞ, ഈ പറഞ്ഞ വൈറൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അധികാരത്തിൽ ഏൽക്കുന്നു. അതിനുശേഷം ആദ്യം വരുന്നത് ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ലേറ്റായി, ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ ഇടത് സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു. അന്ന് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ആവശ്യമില്ല, കാരണം അവർ ഒരു ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരല്ലേ. ഒരു മാസം കൊണ്ട് ഇതെല്ലാം ബാക്ക് ടു ട്രാക്ക് ആക്കണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇടത് കോട്ടയായിരുന്ന ഒരു കോർപ്പറേഷൻ ഇപ്പോൾ കൗൺസിലർമാർ മാറിയിട്ടുണ്ടെങ്കിലും അതിന് താഴേക്കുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ അവരുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാകണം, അവർക്കൊപ്പം ഇവർ ജെല്ലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ ആ സമയം വേണം എന്ന് ലൈക്ക് അഡ്വക്കേറ്റ് ചെയ്തവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല കഴിയുന്നു, ആ മാസം കഴിയുന്നു, ജനുവരി കഴിയുന്നു, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എത്തി. ഒരു വർഷത്തിന്റെ പകുതി കഴിയുമ്പോഴും ഇനിയും പുതുമുഖങ്ങളല്ലേ എന്ന് പറഞ്ഞ് അവരെ ന്യായീകരിക്കാനോ ഒന്നും നമുക്ക് സാധിക്കാത്ത സാഹചര്യമാണ്. പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളല്ലല്ലോ, ഒരു ഭരണസിരാ കേന്ദ്രങ്ങളിൽ കയറി ഇരിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട മിനിമം യോഗ്യത ഉണ്ടാകണം. അത് ടാക്കിൾ ചെയ്യാൻ പഠിക്കണം. ലൈക്ക് വളരെ ബേസിക് ലെവലിൽ ഒരു കാപ്പ കേസ് പ്രതിയൊക്കെ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാത്ത ഒരു ധാർമ്മികതയുള്ള ഒരു പാർട്ടിയെങ്കിലും ആയിരിക്കണം. അല്ല, അന്ന് ഈ വി രാജേഷ് മേയർ പരസ്യമായ രംഗത്ത് വന്നിരിക്കുകയാണ്. അത് ഇതുപോലെ ഒരു തിയേറ്ററേറ്റ് ഗുണ്ടയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ഗുണ്ടയുടെ ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കേസുകളൊന്നും അറിയില്ല, കാപ്പ കേസ് പ്രതിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെയാണ് ഈ ഒരു സുഗതന് കൗൺസിലർ സ്ഥാനത്തിന് അല്ലെങ്കിൽ അങ്ങോട്ട് മത്സരിക്കാനുള്ള ടിക്കറ്റ് നൽകുന്നത്. ഇതാരെങ്കിലും വിശ്വസിക്കുന്ന ഒരു നുണ പറയണമല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സുഗതൻ എന്തായാലും ജാമ്യം കിട്ടില്ല. കഴിഞ്ഞ മീറ്റിംഗിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു ആബ്സെന്റ് മാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഒഴിക്കുന്നു, ഷർട്ട് വലിച്ചു കീറുന്നു. അതെ, അപ്പോൾ അടുപ്പിച്ചുള്ള 3 യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാക്കപ്പെടും. അപ്പോൾ കൂടുതൽ കുരുക്കുകളിലേക്കാണ് BJPയും സുഗതനും പൊക്കോണ്ടിരിക്കുന്നത്. തടയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ കാപ്പ കേസാണ്, ചെറിയ പെറ്റി കേസുകൾ, എന്തെങ്കിലും ഡ്രങ്ക് ആൻഡ് ഡ്രൈവോ അങ്ങനെ പെറ്റി കേസുകളൊന്നും അല്ല, വളരെ ഗുരുതരമായ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും ജാമ്യം കിട്ടുന്ന കാര്യം സംശയമാണ്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ അവസ്ഥ എന്ന് പറയുന്നതും സിമിലർ ആണ്. കയ്യാലപ്പുറത്തെ തേങ്ങയാണ്, ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. LDF കൃത്യമായി UDFനൊപ്പം നിന്നാൽ മാത്രമേ ഈ പറഞ്ഞ അവിശ്വാസ പ്രമേയത്തിന് ഇതുള്ളൂ. അതെ, ആ അവസരം മുതലെടുത്ത് ഈ ഒരു വ്യക്തമായ ഒരു സമയത്ത് അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ BJPയുടെ ആ ഒരു ഭരണം അവസാനിപ്പിച്ച് ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരു ഒത്തൊരുമയില്ല, ഒരു കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കാം. രണ്ടുപേർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ രണ്ടുപേരും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിൽ. അതാകുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് ചുറ്റുമുള്ളവർക്കും സമാധാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് LDF അല്ലെങ്കിൽ UDF പോലുള്ള മുന്നണികൾക്കും പകുതി ആശ്വാസമാവും. അതെ, പക്ഷെ ഇപ്പോ ഈ പറഞ്ഞ LDFന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്രത്തിൽ BJPക്കെതിരെ കോൺഗ്രസ് നയിക്കുന്ന NDAക്കൊപ്പം നിന്ന് പോരാടണം, എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് BJPക്കെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെയും പോരാടണം. അപ്പൊ രണ്ടുപേരും ഓപ്പോസിറ്റ് നിൽക്കുമ്പോ ആരെയാണ് ഇപ്പൊ ഇനി എതിർക്കുക എന്നുള്ള ചോദ്യം ഉണ്ടാവുമല്ലോ. പലയിടത്തും BJP ഡീലുകൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ എന്താണ് തീരുമാനമെടുക്കുക എന്ന് തിരുവനന്തപുരം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ അവസരം മുതലെടുത്ത് UDFനൊപ്പം നിന്ന് BJPയെ പുറത്താക്കുകയാണോ LDF വയ്ക്കുന്ന പ്രയോറിറ്റി എന്ന് നമുക്ക് നോക്കിക്കാണാം.